വലിയ മഴയാണ്. പക്ഷേ ഇപ്പോഴും ചില വീടുകളിലൊക്കെ ആളുകൾ തുടരുന്നുണ്ട്. പലപ്പോഴും ഒരു അമിത ആത്മവിശ്വാസമാണ്, ഇനി ഇതിന് മുകളിലേക്ക് വെള്ളം വരില്ല എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും ആളുകളെ വീടുകളിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അവിടെയുള്ള നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2018-ലും 2021-ലുമൊക്കെ 2 നിലയും മുങ്ങിപ്പോയ അത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു പ്രദേശമാണ്. അപ്പോൾ ഉറപ്പായും സൂക്ഷിക്കണം, അവിടെ തുടരരുത്, അവിടെ നിന്ന് മാറണമെന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഉൾപ്പെടെ നാട്ടുകാർ പറയുകയാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, അവരുടെ മുതലാളിമാരുണ്ടാവും, ഇവരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും എത്രയും വേഗം ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇഴജന്തുക്കൾ വെള്ളത്തിലൂടെ ഇഴഞ്ഞു പോകുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഇനിയിപ്പോൾ തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നഗരത്തിലെ അക്വാട്ടിക് ലൈനിൽ വീടുകളിൽ വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. വീടിനുള്ളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. അശ്വിനി ആശുപത്രിക്ക് പുറകിലെ വീടുകളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്. ഷബാസ് അഹമ്മദ് ഇപ്പോൾ തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകും. ഷബാസ്, ഇപ്പോൾ ചില മനുഷ്യരൊക്കെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്നത്, എന്ത് ചെയ്യണം എന്നവർക്ക് അറിയില്ല. വീടാണ്, വീടിൽ വെള്ളം കയറുന്ന കാണുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് പുറത്തേക്ക് പോകണോ, ഇവിടെ തന്നെ തുടരണോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം ഷബാസ്? ഷിയാസ, ഈ കാണുന്ന ദൃശ്യങ്ങൾ ഏതെങ്കിലും റോട്ടിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തോടിന് സമീപമുള്ളതോ അല്ല, ഇത് വീടിനകത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശത്തുള്ള വീടുകളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിനകത്ത് ഇത്രത്തോളം വെള്ളം ഈ കനത്ത മഴയിൽ കയറിയിരിക്കുകയാണ്. തൃശ്ശൂർ അക്വാട്ടിക് ലൈനിലുള്ള ഒരു വീടാണിത്. വള്ളിക്കുട്ടിയമ്മ എന്ന് പറയുന്നൊരു അമ്മയുടെ വീടാണ്. 4 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് പെയ്ത മഴയിലാണ് നേരത്തെ ഇവിടെ അരയ്ക്ക് ഒപ്പം വെള്ളമുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി ഇത്രത്തോളമെങ്കിലും ഒരു ആശ്വാസമായിരിക്കുന്നത്. ഈ വീട്ടിലെ വള്ളിക്കുട്ടിയമ്മ ഒപ്പം ചേരുന്നുണ്ട്. വള്ളിക്കുട്ടിയമ്മ ഒരു ആശുപത്രിയിൽ നിന്ന് രോഗമുക്തി നേടി ഇങ്ങോട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ്. വള്ളിക്കുട്ടിയമ്മ എപ്പോഴാണ് ഇത് വെള്ളം കയറിയത്? ഇന്ന് കാലത്ത് 10 മണി തൊട്ട് വെള്ളം കയറിയിരിക്കുന്നതാ. ഉച്ചയായപ്പോ അരക്കൊപ്പം എത്തിയോ? അരക്കൊപ്പം എത്തി. കട്ടിലിന്റെ മുകളിലൊക്കെ ആയിരുന്നു വെള്ളം. കസേര ഇട്ടിട്ട് ഇവിടെ ഇരുന്നത് കാരണം കട്ടില് പൊന്തില്ല. അതൊക്കെ വീണ് നാശമായി. ഒന്നുമില്ല മോനെ കുടുംബത്തിൽ. എല്ലാ കൊല്ലം ഇതന്നെ പണി. കസേര ഇട്ടിട്ട് കട്ടിലിന്റെ മുകളിൽ കയറി. എനിക്ക് തല ചുറ്റിനൊക്കെ ഉണ്ട്. ഐസിയിലായിരുന്നു തലയിട്ട് വീണിട്ട് ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് എടുക്കാറുണ്ട്. പിന്നെ എല്ലാ കൊല്ലം തന്നെ അവരിതിനൊരു ശാശ്വതമായ പരിഹാരം കാണണില്ല. ആ തൃശ്ശൂർ ടൗണിൽ പെയിനോടത്തോളം വെള്ളം മുഴുവൻ ഈ റോട്ടിലേക്ക് ഇറങ്ങണത്. അത് അവിടെ തട ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കണില്ല. അവർ ഈ വെള്ളം കയറുമ്പോൾ വന്ന് നോക്കി പോവല്ലാണ്ട് ഒരു ഉപകാരം ഞങ്ങൾക്കില്ല. അവർക്ക് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം അവർ ഞങ്ങളെ വേണ്ടു. അവർക്ക് വോട്ടേ വേണ്ടോ, വേറെ ഒരു കാര്യം അവർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. പിന്നെ ഞങ്ങൾ ആരോടാ പറയണത്? ഇവിടെ ആരൊക്കെയുള്ളത്? അമ്മയ്ക്കൊപ്പം ആരൊക്കെയുള്ളത്? എനിക്ക് എൻ്റെ മോളും 2 പിള്ളേരും ഇവിടെ താമസിക്കുന്നുണ്ട്. പഠിക്കും. മക്കളൊക്കെ എത്രയിലാ പഠിക്കുന്നത്? ഒരാൾ +2, ഒരാൾ 9 പഠിക്കണത്. ഇപ്പൊ വെള്ളം കുറച്ചൊന്നും ഇറങ്ങിയിട്ടുണ്ട്. ഷിയാസ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. നേരത്തെ രാവിലെ മുതൽ വെള്ളം കയറി വരുന്നുണ്ട്. ഉച്ചയോടുകൂടി ഏകദേശം അരയ്ക്കൊപ്പം എത്തി. ഈ വീട്ടിലുണ്ടായിരുന്ന ഇപ്പോൾ രോഗിയായിട്ടുള്ള അമ്മയും 2 മക്കളും അമ്മയുടെ മകളും ഒക്കെയാണ്. 4 പേരാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ കട്ടിലിന് മുകളിൽ ചെയർ ഇട്ടുകൊണ്ടായിരുന്നു ഇരുന്നത് എന്നാണ് പറയുന്നത്. അത്രത്തോളം വളരെ ദുഷ്കരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ചെറുതായി മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ഇതാ ഡെപ്യൂട്ടി മേയർ പ്രസാദും സംഘവും ഈ വീട് സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ, എന്തൊക്കെയാണ് നഗരത്തിലെ അവസ്ഥ? എന്താണ്? റോഡുകളിലെ വെള്ളക്കെട്ടൊക്കെ കൂടുതലാണ്. ഇപ്പം ഇതുപോലെ വീടുകൾക്കകത്ത് വരെ വെള്ളം എത്തിയിരിക്കുകയാണ്. ഇന്ന് കാലത്തും ശക്തമായ മഴ നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ മഴ ഒന്ന് ചെറുതായി തോർന്നപ്പോൾ എല്ലാ നമ്മുടെ ശുചീകരണ തൊഴിലാളികളും കരാറുകാരൊക്കെ തന്നെ ഫീൽഡിലുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. റോഡിലെ അല്ലെങ്കിൽ കാനയിലെ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇവിടെയൊക്കെ തന്നെ എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെ ക്യാമ്പിലേക്കും മറ്റും മാറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടുകാരുടെ വള്ളിക്കുട്ടിയമ്മ പറയുന്നത് വളരെ ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് നേരത്തെ അരയോളപ്പം വെള്ളം എത്തി. എല്ലാ വർഷവും ഇതുപോലെ കയറുന്നവർ പറയുന്നത്. അല്ല, കാലത്ത് ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഈ ഡിവിഷൻ്റെ കൗൺസിലർ രേഷ്മയോട് വരികയും ഇവരോട് ഇങ്ങനെ മാറേണ്ട സാഹചര്യത്തെ പറ്റി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപകട സാധ്യത നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനകത്ത്. കാരണം എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് ഒരു നിമിഷം കൊണ്ട് പരിഹാരം കാണുന്ന പ്രശ്നമല്ല. കാരണം കാനയിലൂടെ മറ്റും കയറി വരുന്ന റോഡിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നല്ല മഴയുണ്ടായിട്ടുണ്ട്. എങ്കിലും പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് കോർപ്പറേഷന്റെ ഭാഗത്തുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളടക്കം ചെയ്യുമെന്നാണ് ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 4 ആൾ താമസിക്കുന്ന ഒരു വീട്ടിലെ വീട്ടിന് മാത്രം അവസ്ഥയല്ലല്ലോ അല്ലേ? ഈ പരിസരത്തെ കൂടുതൽ വീടുകളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടോ?
ഷിയാസ്, സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് പരിസര പ്രദേശങ്ങളിലുണ്ട്. ഈ വള്ളിക്കുട്ടിയമ്മയുടെ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിരപ്പിനോട് ചേർന്നാണ് ഇതിന്റെ തറയുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കയറാൻ എളുപ്പത്തിൽ വെള്ളം ഇതിനകത്തേക്ക് കയറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റു വീടുകളൊക്കെ കുറച്ച് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളാണ്. അതിനാൽ തന്നെ മുറ്റത്തടക്കം വലിയ വെള്ളക്കെട്ടുണ്ടെങ്കിലും വീടിനകത്തേക്ക് വലിയ രീതിയിൽ കയറാൻ സാധ്യതയില്ല. ശരി ഷബാസ്, ഒറ്റ കാര്യം കൂടി അറിയണം ഷബാസ്. ഇപ്പോൾ ആ ഒരു വീടിന്റെ ആ ഒരു ഭിത്തിയുടെ ആ ഒരു ലൈൻ നമുക്ക് കാണാം, അവിടെ വരെ വെള്ളം കയറിയതാണ്. ഇപ്പോൾ വെള്ളം അല്പം ഒന്ന് ശമിച്ച വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ തോതിൽ മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ റെഡ് അലേർട്ടാണ് തൃശ്ശൂരിൽ. അപ്പോൾ ഇനിയും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും വെള്ളം കയറാനുള്ളൊരു സാധ്യതയും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ വള്ളിക്കുട്ടിയമ്മയെ പോലുള്ള ആളുകളെയൊക്കെ എത്രയും വേഗം വീട്ടിൽ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ അവർ മാറേണ്ടതുണ്ടോ? തീർച്ചയായും ഷിയാസ്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം എല്ലാ മഴയിലും എല്ലാ മഴക്കാലത്തും ഇവിടെ ഇത്തരത്തിൽ വെള്ളം കയറാറുള്ളതാണ്. സ്ഥിരമായി വലിയ വെള്ളക്കെട്ടുണ്ടാവാറുള്ള പ്രദേശമാണ്. വീടുകൾ പൂർണ്ണമായും ഏകദേശം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്നുണ്ടായ ഒരു അപ്രതീക്ഷിത മഴയിൽ വലിയ വെള്ളക്കെട്ട് ഇന്നിവിടെ ഉണ്ടായി. എന്തായാലും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്, കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ ഈ കുടുംബത്തെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ അടക്കം അറിയിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ കൂടുതൽ സമയം തുടരാനാകില്ല. മഴ ഏത് സമയവും കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ട്. റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ ചെറുതായി ഒന്ന് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് അരയ്ക്കൊപ്പം കയറിയ വെള്ളം ഈ വീട്ടിൽ നിന്ന് കുറച്ചെങ്കിലും ഒഴിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ ഇനിയും വലിയ മഴ, ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ പഴയൊരു സാഹചര്യത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പരിഹാരം ആയി ഡെപ്യൂട്ടി മേയർ അടക്കം പറയുന്നത്. എന്തായാലും അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് കൗൺസിലർ അടക്കം അറിയിക്കുന്നത്. എന്തായാലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. എത്രത്തോളം 4 പേർ താമസിക്കുന്ന അല്ലെങ്കിൽ രോഗിയായ ഒരു അമ്മ താമസിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിലാണ് ഇത്തരത്തിൽ അരയ്ക്കൊപ്പം വെള്ളം കയറിയിരിക്കുന്നത്. അവരിങ്ങനെ ഈ വെള്ളത്തിലൂടെ അവരുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ എന്തായാലും വെള്ളം കുറച്ചൊന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഏത് സമയവും വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്നാലും രാവിലെ കനത്ത മഴയായിരുന്നു പെയ്തത്. അപ്രതീക്ഷിതമായ മഴയിൽ ഇത്രത്തോളം വെള്ളം കയറുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ എല്ലാ വർഷവും ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാവാറുണ്ട്, പല വീടുകളും മുങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ വീടുകളൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. ചില വീടുകളൊക്കെ അതിൻ്റെ ഉയരം കൂട്ടിയിട്ടുണ്ട്, നിരപ്പിൽ നിന്ന് ഉയരം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ വള്ളിക്കുട്ടിയമ്മയും കുടുംബവും താമസിക്കുന്ന വീടിൻ്റെ തറ, അതായത് ഇപ്പോഴും ജലനിരപ്പിനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ക്യാമ്പ് തുറന്ന് ഇവരെ മാറ്റുമെന്നാണ് ഡെപ്യൂട്ടി മേയർ പറയുന്നത്. എന്തായാലും ക്യാമ്പ് തുറക്കില്ലേ? ക്യാമ്പ് തുറക്കും. ഇപ്പോൾ നഗരത്തിൽ പല ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവർക്ക് ക്യാമ്പ് തുറക്കും, ആവശ്യം എല്ലാ സൗകര്യവും കോർപ്പറേഷൻ ഒരുക്കും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് ഇവിടെ ഇവർക്ക് താമസം ഒരുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം വെള്ളം ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവിടുന്ന് മാറണം എന്നാണ് നമ്മുടെ എല്ലാവരും അഭിപ്രായം. കാലത്ത് കൗൺസിൽ ഉൾപ്പെടെ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവരെ മാറണമെന്ന് ഇവരുടെ ഈ സാഹചര്യം ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷൻ ആളുകളെ ബോധവൽക്കരിച്ച് ഇവിടുന്ന് മാറ്റി ആവശ്യമായ എല്ലാ സഹായം. പെട്ടെന്ന് ഇപ്പോൾ എവിടേക്ക് മാറ്റി? എവിടെ ക്യാമ്പ്? സ്കൂളിലും മറ്റും ക്യാമ്പ് തുറക്കുള്ള കാര്യങ്ങൾ ചെയ്യാനകത്ത് നമ്മൾ സ്കൂളുകാരെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളിൽ കോർപ്പറേഷൻ കടന്നിട്ടുണ്ട്. വേറെ എത്ര വീടുകളിൽ പരിസരത്ത് വെള്ളം കയറി? അപ്പോൾ ഈ കോർപ്പറേഷൻ പരിധിയിൽ പയ്യന്തോൾ മേഖലയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറവട്ടാനിയിൽ രൂക്ഷമായി തന്നെ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിരുന്നു. അവിടെ പ്രാദേശികമായിട്ട് അവിടെ ക്യാമ്പുകൾ തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ വലിയ പ്രശ്നങ്ങളുള്ള എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള? മഴ ഈ കാലത്ത് പെയ്ത മഴ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ രീതിയിൽ മഴ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ അശ്വിനി ഹോസ്പിറ്റലിൽ അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ ഒന്ന് തുറന്നപ്പോഴാണ് വെള്ളം ഒന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിൽ മഴ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ സാഹചര്യം വെള്ളം കയറും. നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത്. ഷിയാസ്, അതാണ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇന്നുണ്ടായത് ഒരു അപ്രതീക്ഷിത മഴയാണ്. അപ്രതീക്ഷിതമായി പലയിടത്തും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് തുറക്കുന്നുണ്ട് എന്നാണ് ഡെപ്യൂട്ടി മേയർ അടക്കം അറിയിക്കുന്നത്. ഈ കുടുംബത്തെ, വള്ളിക്കുട്ടിയമ്മ അടക്കമുള്ളവരെ അടക്കം എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുമെന്നാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ചില പ്രദേശങ്ങളിൽ കൂടി വെള്ളം ഉയർന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കുന്നത്. മഴ ഇപ്പോഴും തുടരുകയാണ്. വലിയ ദുരിതമാണ്, നിസ്സഹായാവസ്ഥയിലാണ് ഇവിടുത്തെ മനുഷ്യർ. തൃശ്ശൂർ നഗരത്തിലെ അക്വാട്ടിക് ലൈനിൽ വീടുകളിൽ വെള്ളം കയറിയ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ അല്പം വെള്ളത്തിന്റെ ഒരു അളവിൽ ഒരു കുറവ് വന്നതാണ്. ഇതിനേക്കാൾ ഉയരത്തിലായിരുന്നു ഉച്ചവരെയുള്ള വെള്ളത്തിന്റെ ഒരു തോത് എന്നുള്ളതാണ്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എത്രയും വേഗം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ജനങ്ങളെ എവിടേക്ക് മാറ്റുകയും സുരക്ഷിതരാക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്.